हमको बुलाना या रसूल अल्लाह, हमको बुलाना या हबीब अल्लाह, कभी तो साथ उम्मत को जरा हम देखेंगे, कभी तो साथ उम्मत को जरा हम देखेंगे, हमें बुलवाएंगे आका मदीना हम देखेंगे, कभी तो साथ उम्मत को जरा हम देखेंगे, कभी तो साथ उम्मत को जरा हम देखेंगे, हमें बुलवाएंगे आका मदीना हम देखेंगे, हमको बुलाना या रसूल अल्लाह, हमको बुलाना। നിങ്ങൾ നോക്ക്. എന്നിട്ടോ സംവാദത്തിനുള്ള ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ കരുത്ത് അടുത്ത കാലത്തായി നടന്ന മണ്ണാർക്കാട് മഞ്ചേശ്വരം എടമുട്ടമാലുവ സംവാദങ്ങളിലും അവസാനമായി വല്ലപ്പുഴ സംവാദ വ്യവസ്ഥയിലും ചർച്ചയിലും ജനങ്ങൾ കണ്ടതാണ്. അവയുടെ സീഡികൾ കണ്ടാൽ അക്കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ മുജാഹിദെ ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? മുജാഹിദ് മൊല്ലമാരെ മുറിച്ചു മാറ്റാത്ത യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ കണ്ടാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിന് ഞങ്ങൾ ഒരു മറുപടി കൊടുക്കുകയുണ്ടായി. ആ മറുപടിക്ക് ഇന്ന് വരെ, ഈ നിമിഷം വരെ മുജാഹിദുകൾക്ക് മറുപടി തരാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, 1000 കുതിരശക്തിയോടെ ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുണ്ടോ ഒരു സംവാദത്തിന്? കത്തിന് മറുപടി തരൂ മുജാഹിദേ. എന്താണ് KNM കാട്ടിലപ്പീടിക യൂണിറ്റ് കമ്മിറ്റിക്ക് കൊടുത്ത കത്താണ് 28/1/2010. ഞങ്ങൾ നൽകിയ കത്തിനുള്ള മറുപടി കിട്ടി. മുജാഹിദുകളുടെ എല്ലാ മറുപടികളും പോലെ ഇതും ഒരു മറപിടിയായി പോയി എന്നത് ദയനീയം തന്നെ. ഒഴിഞ്ഞു മാറ്റത്തിന്റെ അവസാന അടവും നിങ്ങൾ പ്രയോഗിക്കുകയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി. സംവാദം നടത്തേണ്ടത് പണ്ഡിത സംഘടനകൾ തമ്മിലാണെന്ന് നിങ്ങൾ എഴുതി കാണുന്നു. പണ്ഡിത സംഘടനകൾ തമ്മിലെ സംവാദം നടത്താൻ പാടില്ലെന്നാണല്ലോ നേരത്തെ എഴുതിയത്. അത് പ്രത്യേകം എടുത്തു പറഞ്ഞാൽ ഇത് സ്വബോധത്തോടെയുള്ളതാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം സംവാദം നടത്താൻ പണ്ഡിതന്മാർ വേണമെന്നല്ലാതെ പണ്ഡിത സംഘടനകൾ തമ്മിലാകണമെന്ന നിബന്ധന എവിടുന്ന് കിട്ടി? ഖുർആനിലോ ഹദീസിലോ അങ്ങനെയൊന്നുണ്ടോ? പണ്ഡിത സംഘടന തമ്മിലെ സംവാദം നടത്താൻ പറ്റൂ എന്ന് ഒരു നിബന്ധന ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും ഉണ്ടോ? മുജാഹിദീങ്ങളോട് തിരിച്ച് നമ്മൾ ചോദിച്ചതാണ് മറുപടി കത്തിലെ. മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ ആയത്ത് ഇവിടെ കൊടുക്കേണ്ടി വരൂലേ മുജാഹിദേ? അല്ലെങ്കിൽ ആ വാദം തിരുത്തേണ്ടി വരൂലേ? വെറുതെ ഞങ്ങൾ മറുപടി തരാത്തത് തീർന്നില്ല. സുന്നികൾക്കെതിരെ തെറിപ്രസംഗം നടത്തിക്കാൻ നിങ്ങൾ പുരോഹിതന്മാരെ കൊണ്ടുവരാറുണ്ടല്ലോ. ഇത് പണ്ഡിത സംഘടനയുടെ ക്ഷണപ്രകാരമാണോ? ഇവിടെ മുജാഹിദ് മൊല്ലമാരെ കൊണ്ടുവന്ന് നമുക്കെതിരെ പ്രസംഗിപ്പിക്കാറുണ്ടല്ലോ. അത് മുജാഹിദ് പണ്ഡിത സംഘടന ക്ഷണിച്ചിട്ടാണോ KNM ക്ഷണിച്ചിട്ടാണോ? SSF യൂണിറ്റ് കമ്മിറ്റിക്ക് ഞങ്ങളുടെ പണ്ഡിതന്മാരെ സംവാദത്തിന് വേണ്ടി സംഘടിപ്പിക്കുവാൻ പ്രയാസമില്ല. നിങ്ങൾക്ക് അത് പ്രയാസവും. നിങ്ങൾ KNM-ന്റെ ക്ഷണപ്രകാരം വരാത്തവരുമാണ് മുജാഹിദ് പുരോഹിതന്മാരെങ്കിൽ അക്കാര്യം നിങ്ങൾ അറിയിക്കുക. മുജാഹിദോട് പറഞ്ഞാൽ അക്കാര്യം നിങ്ങൾ അറിയിക്കണം. പണ്ഡിത സംഘടനയുടെ തന്നെ കത്തുകൾ ഞങ്ങൾ തരുന്നതാണ്. ഇതാണ് മറുപടി കിട്ടാത്തതിന് വേറൊരു കാരണം. എന്താ? മുജാഹിദ് KNM യൂണിറ്റുകാര് നിങ്ങളുടെ പണ്ഡിത സംഘടനയുള്ള ആളുകളെ വിളിച്ചാല് നിങ്ങൾക്ക് കിട്ടൂലെങ്കിൽ ആ വിവരം അറിയിക്കണം. എന്നാൽ ഞങ്ങൾ പണ്ഡിത സംഘടനയുടെ കത്ത് തന്നെ തരാം എന്ന് എഴുതിയിട്ടുണ്ട്. മുജാഹിദേ മറുപടിയുണ്ടോ? നിങ്ങൾ കഴിയോ ഈ കത്തിന് മറുപടി തരാൻ? എന്നിട്ട് പിന്നെന്താ എഴുതിയത്? കേരളത്തിൽ നടന്ന സംവാദങ്ങളിൽ വിജയവാദമുന്നയിക്കാനല്ലാതെ യഥാർത്ഥ വിജയം സുന്നികൾക്ക് തന്നെയാണെന്ന് കേരള മുസ്ലിങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. മൗലവിമാർ കൈകടത്താത്ത സീഡികളും മുജാഹിദ് പിളർപ്പിന് ശേഷം അവരുടെ മൗലവിമാരുടെ തന്നെ വെളിപ്പെടുത്തലുകളും സ്വബോധത്തോടെ ശ്രദ്ധിക്കുന്ന ആർക്കും അത് വ്യക്തമാകും. ഒഴിഞ്ഞു മാറ്റത്തിനുള്ള പൊള്ളയായ ന്യായങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം സംവാദ നടപടികൾക്ക് ആവശ്യമായ വിഷയങ്ങളിലേക്ക് മുജാഹിദുകൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് എന്ന് നമ്മൾ കത്ത് കൊടുത്തു. കത്തിന് മറുപടിയില്ല. മുജാഹിദുകൾക്ക് മറുപടിയില്ല.
ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ മുജാഹിദേ, മറുപടിയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മുജാഹിദുകൾ സംവാദം നടത്തിയിട്ട് കൊട്ടപ്പുറം സംവാദം അല്ലെ, ആ കൊട്ടപ്പുറം സംവാദത്തിലൊക്കെ എന്ത് നടന്നു എന്നത് സഹോദരന്മാരെ വ്യക്തമാക്കാൻ പറ്റിയ രൂപത്തിൽ സലാം സുല്ലമി തന്നെ പറയുന്നുണ്ട്. ആ ക്ലിപ്പിംഗ് ശ്രദ്ധിച്ചോളൂ. സലാം സുല്ലമി തന്നെ പറയുന്നുണ്ട്, കൊട്ടപ്പുറത്ത് നമ്മൾ വിജയം ആഘോഷിക്കല്ലാതെ വിജയം നമുക്ക് ഉണ്ടായിട്ടില്ല, വിജയം ഉണ്ടായിട്ടില്ല, വിജയം ആഘോഷിക്കലേ നടക്കുന്നുള്ളൂ. ആര്? മുജാഹിദ് മൗലവി എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടോളൂ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. അതുകൊണ്ട് മുജാഹിദുകൾ അവര് സ്വബോധത്തോടുകൂടെ എഴുതുന്ന സമയത്തെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. നിങ്ങൾക്ക് ആ ഭാഗം കേൾക്കാവുന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പൂർണ്ണമായി വിജയം കിട്ടിയ ഒരു സംവാദം. പൂർണ്ണമായി വിജയം കിട്ടിയില്ല, അത് രണ്ടൂട്ടരും പറയില്ല. അത് നമ്മൾ പറഞ്ഞു നോക്കണ്ട. ചില വിജയം ഉണ്ടെന്ന്. വിജയം കൊട്ടപ്പുറത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് അത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യല്ല ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണ് ഇന്നോന്ന് സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തന്നെ ഉണ്ടായില്ല. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ എല്ലാം അറിയാം. കൊട്ടപ്പുറം സംഭവം പറഞ്ഞല്ലേ കുറച്ച് പരാജയം സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ പുറത്തൊക്കെ തടങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറച്ചെത്തിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ എല്ലാ പരിപൂർണമായ സംവാദത്തിൽ പങ്കെടുത്ത ആളാണ്. സംവാദം ഞാൻ സ്റ്റേജിൽ ഇതൊക്കെ ഞാൻ കുറിപ്പൊക്കെ ഉണ്ടാക്കിയാറായിരുന്നു. അവതരിപ്പിക്കാനുള്ള വിഷയങ്ങൾ ഞാനും മറ്റുമായിരുന്നു. അതിനുള്ള എല്ലാ വിഷയങ്ങളൊക്കെ ഞങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ഹാപ്പിന്റെ ഇതിന് സ്ഥാനത്ത് ഇയാളെ കയറ്റിന്നുള്ളൂ. ചെറിയ മുണ്ടത്തെ അതെന്താണ് കാരണമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ മുണ്ട വന്നത് അതന്നെ. ചെറിയ മുണ്ട വന്നതും ചെറിയ മുണ്ട അവിടെ ഞങ്ങൾ ചർച്ചയിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹമല്ല. അദ്ദേഹം സ്കൂളിൽ പോലാണ് ആ സമയത്ത് വരിക. അവിടെ കയറിയ വിറ്റെടുത്തായിരുന്നു. അതിന്റെയൊക്കെ ഫലം സംഭവിച്ചത് കൊട്ടപ്പുറത്ത് പണ്ഡിതോചിതായിട്ടുണ്ട്. എന്നാലും പണ്ഡിതോചിതായിട്ടും ഇതായിട്ടില്ല, അമർത്തിക്കാൻ സാധിച്ചിട്ടില്ല. പണ്ഡിതോചിത ഇപ്പൊ തെളിവ് നല്ല പറയുകയാണെങ്കിൽ സാധാരണ പാചാലത ഇല്ലെങ്കിലും എന്ത് ചെയ്യും നിഷ്പക്ഷ ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന് പണ്ടുള്ള ആഴ്ചകൾ തന്നെ കുറെ മനപ്പാടില്ലാത്ത മതിയുള്ളൊരു ഇതാണ്. ഒരൊറ്റ ആഴ്ച കുലിതുല്ലും പിന്നെ അതിനെ തന്നെ കടന്നിട്ട് കളിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതില് നമ്മൾ ഇങ്ങനത്തെ വിഷയത്തിൽ നമ്മൾ തമ്മിൽ വൈരാഗ്യം കാണിക്കാൻ പാടില്ല. ഞാനും അലിക്കന്മാരും കൂടുതൽ ബാധിച്ച ഈ തങ്ങളെ കേട്ടണമെന്നാണ്. അത് ചിലർക്ക് ഞാൻ ആളെ പറയില്ല. ആ വ്യക്തിക്ക് ഇയാളോടുള്ള വൈരാഗ്യം ആളെ കേട്ടാതിരിക്കുന്നതാണ്. പിന്നെ ചെറിയ മുണ്ടാണെങ്കിൽ ഈ രംഗത്തൊക്കെ പ്രകോപിച്ചിട്ടില്ല. അദ്ദേഹം ഈ ഞങ്ങൾ കുടിക്കലിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം ഒരു മിനിറ്റ് നേരം വരയില്ല. അദ്ദേഹം ക്ലാസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കയറ്റ വളർത്തുക. അത് അടുത്തത് അങ്ങനെ കണ്ടാൽ മതിയോ? കിതാബുകൾ എടുത്തു വെച്ചാൽ എന്തിനെടുത്ത് വെച്ചതെന്ന് അറിയില്ല. അതാണ് ഇതിന് ചെറിയ എടുത്ത് കണ്ട് വായിച്ചിട്ട് എന്താണ് മരാണ് മറ്റേതാണ് കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കിയത്. അത് നമ്മൾ വാദിച്ചത് എന്തിനായിട്ടുണ്ടോ? അത് ആ ഇതിന് ചെറിയ അവിടെ വെച്ചിരുന്നത് ദുആന് അവിടെ ഇസ്തിഹാസ എന്നുള്ള അർത്ഥമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം എന്താണ് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് എന്തെങ്കിലും എടുത്തു വെച്ചതെന്ന് തന്നെ അറിയില്ലല്ലോ. അങ്ങനെ പറയാൻ ഉള്ളത് എന്താ, നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ലെന്ന്. കേട്ടില്ലേ? ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സംവാദം. നിങ്ങൾ കേട്ടല്ലോ. ഇനി ഇതിലെ ഇടമുട്ടവും മഞ്ചേശ്വരൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ മഞ്ചേശ്വരം കേൾപ്പിച്ചുതരാം. മഞ്ചേശ്വരം സംവാദം എന്തിനു വേണ്ടിയായിരുന്നു? മുജാഹിദുകൾ കേട്ടോളൂ. സലാം സുല്ലമിയുടെ ലേഖനം. എന്നിട്ട് ഇതിൽ പറയാണ് ഇതിൽ പറയുന്നത് സുന്നി പണ്ഡിതന്മാരെ വിളിച്ച് ആദരിക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയായിരുന്നു എന്നാണ്. സുന്നി മുസ്ലിയാക്കന്മാരെ ഇതില് സലാം സുല്ലമി രേഖപ്പെടുത്തി. ഈ പണ്ഡിതന്, അതായത് സക്കരിയ സലാഹിനെ പറ്റി പറയാൻ, ഈ പണ്ഡിതന് അള്ളാഹു ഇറക്കിയ ഒരു ശിക്ഷയായിരിക്കാം മഞ്ചേശ്വരം സംവാദമെന്ന് ഈ സംവാദത്തിന്റെ 5-6 സീഡികൾ കാണുമ്പോൾ ബോധ്യമാകും. സുന്നി മുസ്ലിയാക്കന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടി ഇവർ സംഘടിപ്പിച്ചതായിരുന്നു ഈ സംവാദമെന്നും ബോധ്യമാകുന്നതാണ്. താങ്കളെ വിജയം സുന്നി പണ്ഡിതന്മാരെ ആദരിക്കാനാണ്, യഥാർത്ഥത്തിൽ ആദരിക്കലാണ് അവിടെ ഉണ്ടായത് ആ സംവാദം കൊണ്ട്. ഇത് എഴുതിയതിന്റെ പേരിൽ മുജാഹിദിലെ സലാം സുല്ലമി എന്ത് കേൾക്കേണ്ടി വന്നറിയോ? ഇത് ഇസ്ലാഹി മാസിക. ഇതിലൊരു ലേഖനം. ഈ ലേഖനത്തിന്റെ ഹെഡിങ് എന്താ? പട്ടികൾ കുരക്കട്ടെ, സാർത്ഥവാഹക സംഘം മുന്നോട്ട്. സലാം സുല്ലമിയെ പറ്റി അത് എഴുതിയതിന്റെ പേരിൽ. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്.
അപ്പോ നിങ്ങൾ ഏത് വിജയമാണ്, ഏത് CD കണ്ടാലാണ് മുജാഹിദ് കണ്ടിട്ടുണ്ട് എങ്ങനെ എഴുതിയ മുജാഹിദേ? അതുകൊണ്ട് ശ്രദ്ധിച്ചോ, നന്നായി ചിന്തിച്ചോ. പുരോഹിതന്മാര് പറയുന്നത് കേട്ട് അതിൽ പെട്ട് അവസാനം കൈകടിക്കണ സാഹചര്യം വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെപ്പറ്റി അന്വേഷിച്ചോ എന്ന് സ്നേഹത്തോടെ ദീനിന്റെ ഭാഷയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യുകയാണ്. അള്ളാഹു സ്വീകരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നമുക്ക് മുഖാമുഖങ്ങളിലേക്ക്, ചോദ്യോത്തരങ്ങളിലേക്ക് ഒക്കെ പ്രവേശിച്ചുകൊണ്ട് വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. അപ്പൊ ഈ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന് എന്തെങ്കിലും ഒരു മറുപടി കഴിഞ്ഞ ഇവിടെ മുജാഹിദ് കൊണ്ടുവന്ന മൗലവി പറഞ്ഞോ? ഇങ്ങനെ ഓരോ തവണ ഓരോരുത്തർ വരും, എന്തൊക്കെയോ വിളിച്ചു പറയും. അങ്ങനെ പോകുന്നതിന് പകരം ഞങ്ങളിതാ കൃത്യമായ ഒരു വേദി ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ മുജാഹിദുകൾ കത്തുകൊടുത്ത് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഇത് ഉപയോഗപ്പെടുത്തണം. മുജാഹിദ് സാധാരണക്കാരെങ്കിലും ഉപയോഗപ്പെടുത്തണം. നിങ്ങളെ മൗലവിമാർക്ക് അതിന് നെട്ടലില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ മനസ്സുകളിലുള്ള സംശയങ്ങൾ ചോദിക്കാമല്ലോ. ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നതിന് ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. ഇന്നവരെ ചോദിക്കാവൂ, മുജാഹിദെ ചോദിച്ചൂടൂ, ജമാഅത്തിന് ചോദിച്ചൂടാ, ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ചോദിച്ചൂടൂ, മുജാഹിദ് ചോദിച്ചൂടാ എന്നൊന്നുമില്ല. ഇവിടെ മുജാഹിദിനും ചോദിക്കാം, ജമാഅത്ത് ഇസ്ലാമിക്കും ചോദിക്കാം, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾക്കും ചോദിക്കാം, സുന്നികളായ ആളുകൾക്കും മുജാഹിദുകൾ സംശയമുണ്ടാക്കുന്ന വിഷയങ്ങൾ ചോദിക്കാം, മുജാഹിദുകൾ സംശയം ഉണ്ടാക്കുന്ന വിഷയം ചോദിക്കാം, ഈ നാട്ടുകാർക്ക് ചോദിക്കാം, ഈ നാടിന്റെ പുറത്തുള്ള ആളുകൾക്ക് ചോദിക്കാം. ഞങ്ങൾക്ക് ഇവിടെ ഒരു നിബന്ധനയുമില്ല. നിങ്ങൾ ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ആദർശപരമായ വിഷയത്തിൽ അതിന് മറുപടികൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഇവിടെ ചോദ്യമാണ് ആവശ്യം. ചോദ്യം നിങ്ങൾ ചോദിക്കുക, അതാണ് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അതുകൊണ്ട് മുജാഹിദുകൾ തന്നെ അവർ തന്നെ വരുന്നില്ല എന്ന് കണ്ട് ഇനി ഒരാൾ ചോദിക്കാതിരിക്കൊന്നും വേണ്ട. മുജാഹിദുകൾ ചോദിക്കുന്ന വിഷയങ്ങൾ സുഹൃത്തുക്കൾക്ക് അവരുടെ സംശയങ്ങൾ ഉള്ളത് ചോദിക്കാം, അവർ സംശയം ഉണ്ടാക്കുന്ന വിഷയങ്ങളും ചോദിക്കാം എന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ചോദിച്ചു പഠിക്കാനുള്ള ഒരു വേദിയാണ്. ഞങ്ങൾ ഇത്ര പരസ്യമായി ഈ ജനങ്ങളെ സംഘടിപ്പിച്ച് ഈ തുറന്ന വേദിയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഒരിക്കലും ഒരു മൗലവി വന്ന് എന്തോ ഇവിടെ വിളിച്ചു കൂവുക എന്നത് മറുപടിയേ അല്ല. അത് ഈ പൊതുജനം തിരിച്ചറിയുമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദുകൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഞങ്ങൾ വരും എന്ന് നിങ്ങൾ ബേജാറായിട്ട് ഇനി പേടിച്ച് നിങ്ങൾ വിളിക്കാതിരിക്കണ്ട. ഞങ്ങളിപ്പോ മുജാഹിദീങ്ങൾ അങ്ങനെ ഒരു പേടി ഉണ്ടാവും. ഇപ്പോ സഖാഫികൾ, സുന്നത്യമായത്തിന്റെ പണ്ഡിതന്മാര്, അവര് വത്തയുടെ പേരുള്ള ഞങ്ങൾക്ക് മൗലവിമാര് ഉത്തരം മുട്ടിപ്പോകുന്നുള്ള ഉറപ്പായതുകൊണ്ട് ഞങ്ങൾ പരസ്യമായി വിളിക്കുന്നില്ല എന്ന് കരുതിയിട്ട് മാറി നിൽക്കുന്ന മുജാഹിദ് ഉണ്ടാവുമല്ലോ. നിങ്ങള് ഞങ്ങളുടെ പ്രവർത്തകരെ വിളിച്ചാൽ മതി. ഈ കാട്ടിലെ പീടിക യൂണിറ്റിലെ പ്രവർത്തകരെ നിങ്ങൾ വിളിക്കുമോ? ഈ നിങ്ങളുടെ മൗലവിയോട് ചോദിക്കാൻ ഞങ്ങൾ ധൈര്യത്തോടെ നിങ്ങളുടെ മുന്നിൽ ചോദിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. നിങ്ങളുടെ ഒരു ക്ഷണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ നിങ്ങൾ ക്ഷണിക്കില്ല, അവസരം തരില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. ഒരു മാറ്റം ഈ കാട്ടിലെ പീടികയിലെങ്ങാനും ഉണ്ടായാൽ മുജാഹിദുകൾ ഒന്ന് നിങ്ങളെ വരുന്ന മൗലവിയോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കേരളത്തിൽ ഏതൊക്കെ മൗലവിമാരുണ്ടോ എല്ലാവരോടും ഒന്ന് അന്വേഷിക്കുക. ഈ പരിപാടി തീരുന്നതിന് മുമ്പ് ഇതാ ചോദിക്കാൻ നിങ്ങൾക്കും വേദിയുണ്ട് എന്ന ഒരു മറുപടി നിങ്ങൾ ഇവിടെ തരുമോ? ഒന്നിനുമല്ല. നിങ്ങളുടെ ആശയപ്പാപ്പരത്വം SSFന്റെ SBS പ്രവർത്തകന്മാര് ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. ആണത്വമുണ്ടെങ്കിൽ, ഇത് ആദർശപരമായ വിഷയമാണ്, അതുകൊണ്ടാണ് ആണത്വം എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനാണ് ഒരുക്കേണ്ടത്, തയ്യാറാകേണ്ടത് എന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ ഉണർത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. മുജാഹിദ് സഹോദരന്മാർ, നിങ്ങളുടെ മൗലവിമാരെ നിർബന്ധിപ്പിക്കേണ്ടതും അതിന് തന്നെയാണ്. ഞങ്ങൾ ഇത്ര പരസ്യവേദി വന്നിട്ട് നിങ്ങളുടെ മുജാഹിദിലെ മൗലവിമാരോട് ചോദിച്ചു കാണില്ലേ? ഞങ്ങൾ പോയി ചോദിച്ചോട്ടെ എന്ന് എന്ത് മറുപടിയാ കിട്ടിയത്? ചോദിച്ചോളൂ എന്ന മറുപടി കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ചോദിക്കാൻ ഞങ്ങൾ പോകാമെന്ന മറുപടി കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് മുജാഹിദ് മൗലവിമാരിൽ നിന്ന്? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഇവിടെ ഞങ്ങളുടെ വേദിയിൽ ചോദിക്കാൻ വന്നിട്ട് ഇതുവരെ ഒരു മുജാഹിദിനെ തല്ലുകയോ അടിക്കുകയോ ആക്രമിക്കുകയോ ചെയ്ത ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങളൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല.
ഈ അടുത്ത് ഞങ്ങൾ സംവാദം നടത്തി മുഖാമുഖം നടത്തി പന്തിരിക്കരയിൽ പേരാമ്പ്രയുടെ അടുത്ത് ഒരു മുജാഹിദും വരാതെ അവസാനം ഒരു മുജാഹിദ് ഇങ്ങോട്ട് വന്ന് അൽഹംദുലില്ലാ അയാൾക്ക് നന്നായി ആ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുകയും സദസ്സിന് ബോധ്യമാവുകയും ചെയ്തു. പക്ഷേ മുജാഹിദ് നേരത്തെ തന്നെ ഒരു തീരുമാനവും ഒരു മുൻധാരണയും വെച്ചാണല്ലോ അവർ വരാറുള്ളത്. പരിപാടി എങ്ങനെയെങ്കിലും ഒന്ന് അലങ്കോലപ്പെടുത്തണമെന്ന ചിന്താഗതി. അത് പക്ഷേ ഞങ്ങൾ അനുവദിച്ചില്ല. അവർക്ക് കൃത്യമായി അയാൾ എത്ര പ്രകോപിച്ചാലും ഞങ്ങൾ പ്രകോപിക്കാതെ വളരെ സൗമ്യരായി പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് മറുപടികൾ നൽകുകയാണ് ഉണ്ടായത്. അതേ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സൗമ്യമായി മറുപടികൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. യഥേഷ്ടം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ വിളിക്കുകയാണ്. ഇതിന് ഇനി എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടായില്ല. അത് ജനങ്ങൾ ചിന്തിക്കുന്നവരാണ്, ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്, ആലോചനാശേഷിയുള്ളവരാണ്. മുജാഹിദുകളെ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങളുടെ വേദികളിൽ ഞങ്ങൾക്ക് അഥവാ ഞങ്ങളുടെ പ്രവർത്തകർക്ക് നിങ്ങളൊരവസരം നൽകണം. അങ്ങനെ നൽകിയാൽ ഉണ്ടാകുന്നത് ഈ അടുത്ത് കാപ്പാട് സുന്നത്യമായത്തിന്റെ പണ്ഡിതന്മാരെയും പ്രവർത്തകന്മാരെയും മൗലിദിനെയും കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഒരു ചോദ്യം തിരികെ ചെന്നപ്പോൾ മൗലവിമാര് അടുത്ത വണ്ടിക്ക് കിട്ടിയ വണ്ടിക്ക് കയറി ഓടുന്ന സാഹചര്യമാണ് മറുപടി പറയാനില്ലാത്തത് കൊണ്ട് ചെയ്തത്. അത് കാപ്പാടുള്ള നമ്മുടെ സഹോദരൻ ഒരു 2 മിനിറ്റ് കൊണ്ട് ആ രംഗം ഇവിടെ ഒന്ന് വിവരിക്കുന്നതാണ്. ഒരു തലപ്പാവ് ധരിച്ച് തലയെ കെട്ടി അവിടെ സഖാഫിയായി ആരും അങ്ങോട്ട് പോയതൊന്നുമല്ല. ഒരു സാധാ പ്രവർത്തകന്റെ ചോദ്യത്തിന്റെ മുന്നിൽ പോലും തകർന്നടിയുന്ന പൗരോഹിത്യ ചീട്ടുകൊട്ടാരമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നത്. സഹോദരന്മാരെ, നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞങ്ങൾക്കൊരു ചെറിയ വേദി അവസരം നിങ്ങൾ നൽകിയാൽ. കാപ്പാട് നടന്ന സംഭവം നമ്മൾ സാധാരണക്കാരന്റെ ചോദ്യത്തിന് മുന്നിൽ പോലും മുജാഹിദ് പ്രസ്ഥാനം ഈ രൂപത്തിൽ ദയനീയമായ പരാജയം അനുഭവിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ നന്നായി നിങ്ങൾ ആ വിഷയങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എന്റെ പേര് നദീർ. ഞാൻ കാപ്പാട്ടുകാരനാണ്. ഒരുവിധ ആളുകൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഇവിടെ പറഞ്ഞ ഈ സംഭവം, ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാതിരിക്കുകയും അതോടനുബന്ധിച്ച് പ്രസംഗം കഴിഞ്ഞ ഉടൻ അദ്ദേഹം സ്റ്റേജ് വിട്ടുപോവുകയും ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സാധാരണ സുന്നി പ്രവർത്തകർ അത് ചോദിച്ചപ്പോൾ അവിടെ കൂടിയ മുജാഹിദ് പ്രവർത്തകർ പറഞ്ഞു, ഇത് കവലപ്രസംഗമല്ല, രാഷ്ട്രീയ പ്രസംഗമല്ല, ഇത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയുന്ന സദസ്സാണെന്ന്. അപ്പം ഞാൻ അവിടെ പറഞ്ഞു, ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഉത്ലബുൽ ഇൽമു വലൗ ഫിസ്സീൻ, നിങ്ങൾ ചൈനയിൽ പോയാണെങ്കിലും അറിവിനെ തേടണം. അപ്പം ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഏത് സദസ്സിലും ആരോടും എവിടെയും ചോദിക്കാം. രാഷ്ട്രീയ പ്രസംഗമല്ല, മതപ്രസംഗമാണ് എങ്കിൽ ഇത് നിങ്ങൾക്ക് പള്ളിയിൽ വെച്ചോ മറ്റ് ഒരു വേദിയിൽ വെച്ചോ പറയാമായിരുന്നല്ലോ. നിങ്ങൾ പൊതുജന മധ്യത്തിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഏത് ലോകത്തിന്റെ ഏത് കോണിലായാലും ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചിട്ട്, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഈ ആയത്ത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ആ പ്രാസംഗികൻ പറഞ്ഞതാണ്. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ സാധ്യമുണ്ടോ? എന്താണ് അള്ളാഹു റസൂലിനെ പറ്റി ഖുർആനിൽ പറയുന്നത്? അപ്പം അവിടെ കൂടിയ എല്ലാ മുജാഹിദ് പ്രവർത്തകരും ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല, വേണമെങ്കിൽ ഞങ്ങൾ ഇനിയും ഒരു ആളെ കൊണ്ടുവന്ന് പറയിപ്പിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ സാധാരണ പ്രവർത്തകരുടെ മുമ്പിൽ അടിയറവ് പറയുകയും അവർക്ക് യാതൊരു രീതിയിലുള്ള മറുപടി പറയാൻ അവിടുന്ന് കഴിയാതെ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ തടി തപ്പുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ യുവാക്കളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഈ രീതിയിലുള്ള കവലപ്രസംഗങ്ങൾ നടത്തുന്നതിന് പകരം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സിലേക്ക് കടന്നു വന്ന് അവിടെ കൂടിയ മുജാഹിദ് പ്രവർത്തകർക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതർ മറുപടി പറയുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മുഖാമുഖം ആരംഭിക്കുകയാണ്. ചോദ്യങ്ങൾക്കുള്ള അവസരമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മുഖാമുഖമായി ബന്ധപ്പെട്ട് ഒരു ആമുഖം നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചോദ്യങ്ങൾ തുടങ്ങാനും അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ആമുഖത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
الحمد لله رب العالمين والصلاة والسلام على خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ അവൻ പൊരുത്തപ്പെടുന്ന ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി അത് അംഗീകരിക്കുവാനും അസത്യം അസത്യമായി മനസ്സിലാക്കി അത് വർജിക്കുവാനും അല്ലാഹു നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മുഖാമുഖം ആണ് ഇനിയിവിടെ നടക്കാനിരിക്കുന്നത്. ആർക്കും ചോദിക്കാവുന്നതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയും പുത്തൻ പ്രസ്ഥാനക്കാരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ചോദിക്കാവുന്നതാണ്. ഇന്നവർക്കേ ചോദിക്കാവൂ, ഇത്രേ ചോദിക്കാവൂ എന്ന് യാതൊരു കണക്കും നാം ഇവിടെ വെക്കുന്നില്ല. പക്ഷേ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളാകണം എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ മൗലിദുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ ചോദ്യത്തിന് സമയം നൽകുകയാണ്. റബീഉൽ അവ്വൽ മാസമായാൽ നമ്മുടെ നാടുകളിലും അങ്ങാടികളിലുമൊക്കെ കാണുന്ന ബാനറുകളും പോസ്റ്ററുകളുമാണ് നബിദിനം അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഓതിവച്ച ആയത്ത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് പറയുന്ന ഈ ആയത്ത് മാത്രം മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം നടത്താൻ എന്നതാണ് വസ്തുത. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, വ മലായികതഹു, അവന്റെ മലക്കുകളും, യുസല്ലൂന, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, യുസല്ലൂന അലൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി, നിങ്ങളും ആ നബിയെ പ്രശംസിച്ചുകൊണ്ടിരിക്കണം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം ഭാഷാപരമായി ധാരാളം അർത്ഥങ്ങൾ പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരർത്ഥമാണ് ദുആ, പ്രാർത്ഥന എന്നത്. മറ്റൊരർത്ഥമാണ് സനാ, വാഴ്ത്തിപ്പറയുക, പുകഴ്ത്തുക, പ്രശംസിക്കുക എന്നത്. മറ്റൊരർത്ഥമാണ് തഅ്ലീം, ആദരിക്കുക എന്നത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ അബുല്ലാലിയ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ച് ഈ സ്വലാത്തിന് പറഞ്ഞ അർത്ഥം സ്വലാത്തുല്ലാഹി സനാഉഹു അലൈഹി ഇൻദൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സന്നിധാനത്തിൽ വെച്ച് നബിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ അബുൽ ആലിയ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ച് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഈ സ്ഥലത്ത് മഹാനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മഹുല്ലാ പറഞ്ഞതായി കാണാം. അബുൽ ആലിയ തങ്ങളെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച അർത്ഥം ഇവിടെ വെക്കുകയാണെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള സ്വലാത്തും മലക്കുകളിൽ നിന്നുള്ള സ്വലാത്തും സത്യവിശ്വാസികളിൽ നിന്നുള്ള സ്വലാത്തുമൊക്കെ ഒരേ അർത്ഥത്തിൽ തന്നെ ഇവിടെ വിലയിരുത്താവുന്നതാണെന്ന് ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിൽ വിശ്വവിഖ്യാത പണ്ഡിതൻ മഹാനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മഹുല്ലാ വളരെ വ്യക്തമായി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വാനലോകത്ത് മലക്കുകളുടെ അടുക്കൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും ആ മുഹമ്മദ് നബിയെ പ്രശംസിക്കണം, മുഹമ്മദ് നബിയെ മദ്ഹ് സ്തുതികീർത്തനങ്ങൾ പാടണം എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
ഈ ആയത്തിൽ ചൊല്ലൂ, നിങ്ങൾ അത് നിർവഹിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിന് സമയമോ നിശ്ചിത സമയമോ നിശ്ചിത രൂപമോ നിശ്ചിത ഭാവമോ നിർണയിച്ചു തരാത്തത് കൊണ്ട് ഏത് സമയത്തും അത് ആകാവുന്നതാണ്. റബീഉൽ അവ്വൽ 12-നും ആകാവുന്നതാണ്, റബീഉൽ അവ്വലിലും ആകാവുന്നതാണ്, അല്ലാത്ത ദിവസങ്ങളിലും ആകാവുന്നതാണ്. ഇല്ലാ ഫീ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിൽ ഒഴികെ എന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ആയത്ത് മുത്തലക്കാണ്, ഏത് സമയത്തുമാകാം. അതേ സമയത്ത് റബീഉൽ അവ്വൽ 12-ന് അത് പറ്റില്ല എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അതിനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അതാണ് നിദാനശാസ്ത്രം. അതുകൊണ്ട് ഈ ആയത്ത് മാത്രം മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാനെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തി ഇനി ചോദ്യകർത്താക്കളെ ചോദ്യത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഓതി മലായികത്തുഹു യുസല്ലൂന അലൻ നബി സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു പ്രത്യേക ദിവസം ആചരിച്ചുകൊണ്ട് ആ ഒരു പ്രത്യേക ദിവസത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചെയ്യണമെന്ന് റസൂല് കൽപ്പിക്കുകയോ അതല്ലെങ്കിൽ റസൂലിന്റെ അനുയായികൾ ആരെങ്കിലും സഹാബത്തോ ആരെങ്കിലും ചെയ്ത് കാണിച്ചു തരികയോ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തതായി വല്ല രേഖയും ഉണ്ടോ? ചെയ്തിട്ടില്ല എന്ന ചോദ്യത്തിൽ ആദ്യം തന്നെ മൂപ്പർ ഉറച്ചാണ് പറയാം, എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ മറുപടി. ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്നോരോന്നായി വിശദീകരിക്കാം. ആദ്യമായി പറയാനുള്ളത്, ഇബാദത്തുകൾ 2 വിധമുണ്ട്. നാം മൊത്തത്തിലൊന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇബാദത്തുകൾ 2 വിധമുണ്ട്. ഒന്ന് പ്രത്യേകമായിരിക്കുന്ന രൂപവും ഭാവവും ഒക്കെ നിർണയിച്ച് തന്ന ചില ഇബാദത്തുകൾ. ഉദാഹരണമായി ളുഹ്ർ നിസ്കാരം. ളുഹ്ർ നിസ്കാരം 4 റക്അത്താണ്. അത് 1-ാമത്തെ റക്അത്ത് എങ്ങനെ, 2-ാമത്തെ റക്അത്ത് എങ്ങനെ, 3-ാമത്തെ റക്അത്ത് എങ്ങനെ, അതിലെന്തൊക്കെ ചെല്ലണമെന്ന് പ്രത്യേക രൂപവും ഭാവവും നിർണയിച്ച് തന്ന ചില ആരാധനകളുണ്ട്. അവിടെ ഇനി നിസ്കാരം നല്ലതല്ലേ എന്ന് വിചാരിച്ച് ളുഹ്ർ നിസ്കാരത്തിലേക്ക് 1 റക്അത്തും കൂടെ കൂട്ടി അത് 5 നമുക്ക് അധികാരമില്ല. അതേ സമയത്ത് പ്രത്യേകമായിരിക്കുന്ന രൂപവും ഭാവവും നിർണയിച്ച് തരാത്ത ചില ആരാധനകൾ ഉണ്ട്. ഉദാഹരണമായി ഇൽമു പറയൽ, വിജ്ഞാനം പറയൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അതുപോലെ സ്വഹാബത്ത് പറഞ്ഞതാണ്, എല്ലാവരും പറഞ്ഞതാ. വിജ്ഞാനം പറഞ്ഞു കൊടുക്കുക, ദർസ് നടത്തുക എന്നത് അതിന് പ്രത്യേക രൂപമോ ഭാവമോ സ്വഭാവമോ ശൈലിയോ സമയമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹാനായ മുത്തബി സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇൽമു പറയാനായി വ്യാഴാഴ്ച ദിവസം തെരഞ്ഞെടുത്തിരുന്നു എന്ന് കിതാബുൽ ഇൽമിന്റെ അധ്യായത്തിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ നാം ഇപ്പോൾ ഈ പരിപാടി ഇൽമു പറയുക കേൾക്കുക എന്നതാണ്. ഇതിന് പ്രത്യേക ഒരു ഡേറ്റും പ്രത്യേക ഒരു സമയമൊക്കെ നമ്മൾ തീരുമാനിച്ചു. ഈ തീരുമാനിച്ചതിന്റെ പേരിൽ മാത്രം നമ്മൾ നരകത്ത് കിടക്കോ? ഏത് ഇൽമു പറയാനല്ല എല്ലാരും പറഞ്ഞു തന്നെ. പക്ഷെ അതിന് നമ്മളെ സമയം നിശ്ചയിച്ചു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് തുടങ്ങി ഇന്ന സമയത്ത് അവസാനിപ്പിക്കുക, നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാനിവിടെ ഇരിക്കുക. ഇതേ ഒരു രൂപത്തിൽ ഒരു പരിപാടി റസൂലോ സഹാബത്തോ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇതേ രൂപത്തിൽ ചെയ്തതായി കാണിക്കാൻ കഴിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമു പറയുകയും സഹാബത്ത് അത് കേൾക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളിവിടെ സമയം നിശ്ചയിച്ചതാ. അതുകൊണ്ട് ഇൽമു പറയാന്നുള്ളത് അന്നുള്ളതാണ്, റസൂല് പറയാൻ മറ്റുള്ളവർ കേൾക്കാന്നുള്ളൂ അന്നുള്ളതാണ്. അത് ഈ ദിവസം ഈ സമയത്ത് തന്നെയാക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തതാ. ഇതിന്റെ പേരിൽ മാത്രം ഒരാളും നരകത്തിൽ കടക്കുകയില്ല. എന്നാൽ ഇനി മഹാനായ സ്വഹാബത്താകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകട്ടെ എല്ലാവരും അത് ചെയ്തതായി പ്രബലമായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജാമിഉ തുർമുദിയിൽ നിവേദനം ചെയ്ത ഒരു ഹദീസിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്നിപ്പോ നമ്മൾ എന്താ ചെയ്യല്? നമ്മൾ മൗലിദ് ഓതുകയാണെങ്കിൽ ഈ മൗലിദിൽ എന്താണ് ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് മദ്ഹുകൾ മൗലിദുകൾ ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് നടന്ന ഒരുപാട് സംഗതികൾ മൗലിദിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരുടെ ചില മദ്ഹു സ്തുതികീർത്തനങ്ങളും മൗലിദിൽ ഉൾക്കൊള്ളുന്നുണ്ട്.
ഇതെല്ലാം മഹാന്മാരുടെ മദ്ഹ് പറയുക എന്നത് സ്വഹാബത്ത് പള്ളിയിൽ കൂടിയിരുന്ന് ചെയ്തിരുന്നതായി മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജാമിഅ തുർമുദിയിൽ രേഖപ്പെടുത്തുകയും ഇത് പ്രബലമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഹദീസ് ഞാൻ ആദ്യം വായിക്കാം. ജലസ നാസും മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽപ്പെട്ട ഏതാനും ആളുകൾ ഇരുന്നു. ഫഖറജ, അങ്ങനെ റസൂല് പുറപ്പെട്ടു. ഹത്താ ഇദാ ദനാ മിൻഹും, അവരുടെ അടുത്തെത്തിയപ്പോൾ സമിയഹും യതദാക്കറൂൻ, അവർ പരസ്പരം പറയുന്നത് കേട്ടു. എന്താണ് പറയുന്നത്? കാല ബഅദുഹും, ചിലർ പറഞ്ഞു, ഇന്നല്ലാഹ ഇത്തഖദ ഇബ്രാഹീമ ഖലീല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല തന്റെ ഖലീലാക്കിയിരിക്കുന്നു. ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്ഥാനം അള്ളാഹുവിന്റെ ഖലീലാണ് എന്നതാണ്. അപ്പൊ ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ മദ്ഹാണ് സഹാബത്തിൽ നിന്നുള്ള ചിലര് പറഞ്ഞു. എന്നിട്ട് വഖാല ആഖറു, അപ്പോൾ വേറൊരാള് പറഞ്ഞു. നമ്മൾ സാധാരണ എങ്ങനെയുള്ള മൗലിദ് ഓതല്, ഒരു ഹദീസ് ഒരു ഉസ്താദ് ഓതും, മറ്റേ ഹദീസ് മറ്റൊരു ഉസ്താദ് ഓതും, ഇങ്ങനെയുള്ള സാധാരണ ഹദീസുകൾ ഓതാറുള്ളത്. വഖാല ആഖറു, മറ്റൊരാള് പറഞ്ഞു, മൂസ കല്ലമഹു തക്ലീമ, മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ഈ ദുനിയാവിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബഹുമാനം അല്ലാഹു നേരിട്ട് സംസാരിച്ചു എന്നതാണ്. അപ്പൊ മൂസാ നബിയുടെ ഏറ്റവും വലിയ മദ്ഹാണ് പറയുന്നത്. വഖാല ആഖറു, മറ്റൊരാള് പറയുന്നു, ഫഈസാ കലിമത്തുല്ലാഹി വറൂഹുഹു, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കലിമത്താണ് എന്ന് പറഞ്ഞാൽ പിതാവ് കൂടാതെ ജനിച്ച അല്ലാഹുവിന്റെ അടിമയാണ് എന്ന് മറ്റൊരാള്. അത് ഈസാ നബിയുടെ ഏറ്റവും വലിയ മദ്ഹാണ് കലിമത്തുല്ലാഹി വറൂഹുഹു എന്നത്. വഖാല ആഖറു, മറ്റൊരാള് പറഞ്ഞു, ഇപ്പോടെ വാപ്പാൻ ഒഴിവാക്കാൻ പറ്റൂലല്ലോ, ആദമു ഇസ്തഫാഹുല്ലാ, ആദം നബിയെ അല്ലാഹു തആല തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇങ്ങനെ പള്ളിയിൽ വട്ടത്തിലിരുന്ന് പൂർവകാല പ്രവാചകന്മാരുടെ മദ്ഹുകൾ ഇങ്ങനെ പറയുകയാണ്. റസൂല് ദൂരെ നിന്നത് കേൾക്കുകയാണ്. എന്നിട്ട് എന്തു ചെയ്തു? ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലേക്ക് കയറി വന്നു. വഖാല, എന്നിട്ട് പറഞ്ഞു, ഖദ് സമീഅതു കലാമക്കും വഅജബക്കും, നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ അത്ഭുതങ്ങളൊക്കെ ഞാൻ കേട്ടു. എന്നിട്ട് ഇവര് പറഞ്ഞ ഓരോ സംസാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ചു പറയുന്ന അതിന്റെ അംഗീകാരം നൽകുന്നു. ഇന്ന ഇബ്രാഹിമ ഖലീലുല്ലാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. വഹുവ കദാലിക, കാര്യം അപ്രകാരമാണ്. വമൂസാ നബിയുല്ലാ, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് നേരിട്ട് സംസാരിച്ച വ്യക്തിയാണെന്ന് നിങ്ങൾ പറഞ്ഞു. വഹുവ കദാലിക, കാര്യം അപ്രകാരമാണ്. വഈസാ റൂഹുഹു വകലിമത്തുഹു, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റൂഹും കലിമത്തുമാണെന്ന് നിങ്ങൾ പറഞ്ഞു. വഹുവ കദാലിക, കാര്യം അപ്രകാരമാണ്. വആദം മുസ്തഫാഹുല്ലാ, ആദം നബിയെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞു. വഹുവ കദാലിക, കാര്യം അപ്രകാരമാണ്. അവര് പറഞ്ഞതിനൊക്കെ അംഗീകാരം നൽകിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് അതാ അങ്ങോട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അലാ, നിങ്ങൾ അറിയണം, വഅന ഹബീബുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. വലാ ഫഖറ, ഞാൻ പൊങ്ങച്ചം പറയുകയല്ല, ഉള്ളത് പറയുകയാണ്. വഅന ഹാമിലു ലിവാഇൽ ഹംദി യൗമിൽ ഖിയാമ, ഖിയാമനാളിൽ ലിവാഉൽ ഹംദ്, സ്തുതി എല്ലാവരും സ്തുതിക്കപ്പെടുന്ന ലിവാഉൽ ഹംദ് എന്ന പതാക വഹിക്കുന്ന ആൾ ഞാനാണ്. വലാ ഫഖറ, ഞാൻ പൊങ്ങച്ചം പറയുകയല്ല. അതുപോലെ തന്നെ വഅന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു വിൽക്കുന്നവൻ ഞാനാണ്. ഫയഫ്തഹുല്ലാഹു ലീ, എനിക്ക് അല്ലാഹു സ്വർഗ്ഗം തുറന്നു തരും. ഫയുദ്ഖിൽനിഹ, എന്നിട്ട് എന്നെ അതിൽ പ്രവേശിപ്പിക്കും. വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ, എന്റെ കൂടെ സാധുക്കളായ വിശ്വാസികളും ഉണ്ടാകും. വലാ ഫഖറ, അഭിമാനം പറയുകയല്ല. വഅന അക്റമുൽ അവ്വലീന വൽ ആഖിരീന അലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ലോകത്ത് വന്ന എല്ലാവരും ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി ഞാനാണ്. വലാ ഫഖറ, ഞാൻ അഭിമാനം പറയുകയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മൗലിദ് അങ്ങോട്ട് അവർ കോതിക്കൊടുക്കുകയും ചെയ്തതായി മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു തന്റെ ജാമിയിലും ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു തന്റെ സുനനിലും രേഖപ്പെടുത്തിയ പ്രബലമായ ഹദീസാണ്. അപ്പോൾ നബിയുടെ മദ്ഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു.
മറ്റുള്ള മരണപ്പെട്ടുപോയ പൂർവ്വപ്രവാചകന്മാരുടെ മധുഹ് ഈസാ നബി അലൈഹി സ്വലാം ഒഴിച്ചുള്ള മരിച്ചുപോയ മറ്റു പ്രവാചകന്മാരുടെ മധുഹ് സ്വഹാബത്ത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അംഗീകരിച്ചു. ഇക്കാര്യം മാത്രമാണ് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് റബീഉൽ അവ്വൽ 12 നാം തെരഞ്ഞെടുത്തു എന്നതാണ്. അതിന് ഇനി വല്ല തെളിവുമുണ്ടോ എന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ വശം. അതിനതാ മഹാനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ്. ആരാണ് സഹോദരന്മാരെ? വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ഗ്രന്ഥം അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയാണ് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ഗ്രന്ഥം. ആ സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഫത്ഹുൽ ബാരിയുടെ കർത്താവായ മഹാനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം അതാ റബീഉൽ അവ്വൽ 12 തന്നെ നബിദിനം കഴിക്കാനുള്ള പ്രമാണമായി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറയുന്നു, വഖദ് ലഹറലി തഖ്രീജുഹാ, ഈ മൗലിദി എന്ന പരിപാടി അലാ അസ്ലിൻ സാബിത്തിൻ, സ്ഥിരമായ ഒരു അടിസ്ഥാനം അതിനുണ്ട്. സ്വഹീഹൈനി ബുഖാരിയിലും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസാണ്. എന്താണ് ആ ഹദീസ്? മിന്നന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദിമൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ ഫവജദൽ യഹൂദ യസൂമൂന യൗമ ആസൂറ, മുഹറം 10 അന്ന് അവർ ജൂതന്മാരൊക്കെ നോമ്പ് പിടിക്കുന്നതായി കണ്ടു. ഫസഅലഹും, അതേക്കുറിച്ച് അവരോട് അന്വേഷിച്ചപ്പോൾ ഫഖാലു, അവർ പറഞ്ഞു, ഹുവ യൗമുൻ നഗറക്കല്ലാഹു ഫീഹി ഫിർഔന, ഫിർഔനെ അല്ലാഹു തആല നൈൽ നദിയിൽ മുക്കിക്കൊന്ന ദിവസമാണ്. വനജ്ജാ മൂസ, മൂസാ നബി അലൈഹിസ്സലാമിനെ അവരുടെ ശല്യത്തിൽ നിന്ന് മൂസാ നബിയെയും സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് ഫനഹ്നു നസൂമുഹു ശുക്രൻ ലില്ലാഹി തആല, ഈ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നതെന്ന് ജൂതന്മാരുടെ മറുപടി കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോടും മുഹറം 10 നോമ്പ് പിടിക്കാനും, ജൂതന്മാരെക്കാൾ മൂസാ നബിയുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ നാം ആയതുകൊണ്ട് അവർ 1 നോൽക്കുമ്പോൾ നമ്മൾ 2 പിടിക്കണ്ടേ എന്ന് മനസ്സിലാക്കി, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി നോമ്പനുഷ്ഠിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സംഭവം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും രേഖപ്പെടുത്തിയ പ്രബലമായ ഹദീസാണ്. ആ ഹദീസ് റബീഉൽ അവ്വൽ 12 നബിദിനം കഴിക്കാൻ തെളിവാണെന്ന് ഫത്ഹുൽ ബാരിയുടെ കർത്താവായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അതാ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ പറയുന്നു, ഫയുസ്തഫാദു മിന്നു ഫീലുസ് ശുക്രി ലില്ലാഹി, ഒരു വലിയ അനുഗ്രഹം കിട്ടിയാൽ അതിന് നന്ദി കാണിക്കണമെന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നന്ദി പ്രകടനം യഹ്സുലു ബിഅൻവാഇൽ ഇബാദ, ഇബാദത്തിന്റെ വ്യത്യസ്ത ഇനങ്ങൾ കൊണ്ടാകാം. കസ്സുജൂദി, ശുക്രിന്റെ സുജൂദ് എന്ന് പറഞ്ഞുണ്ട്. വസ്സുയാമി, നോമ്പ് പിടിക്കാം. വസ്വദഖത്തി, ദാനധർമ്മങ്ങൾ ചെയ്യാം. വത്തിലാവത്തി, ഖുർആൻ പാരായണം ചെയ്യാം. ഇങ്ങനെ ധാരാളം നന്ദി പ്രകടിപ്പിക്കുന്ന മാർഗങ്ങൾ പലതാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവകൾ ചോദിക്കുന്നു, വഅയ്യു നിഅമത്തിൻ അഅലമു മിനൻ നിഅമത്തി ബിബുറൂദി ഹാദൻ നബിയ്യി നബിയ്യിർ റഹ്മ ഫീ ദാലിക്കൽ യൗം, റബീഉൽ അവ്വൽ 12 റഹ്മത്തുൽ ലിൽ ആലമീനായ നബി പ്രസവിച്ചു എന്നതിനേക്കാൾ വലിയ ഒരനുഗ്രഹം ഇനി എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാകാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിന മൂസാ നബിയെ ഫിർഔനിൽ നിന്നും കിങ്കരന്മാരിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനേക്കാൾ, അതുപോലെ തന്നെ സത്യവിശ്വാസികളെ ഫിർഔനെയും പാർട്ടിയെയും മുക്കിക്കൊന്നതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്നത്. അതുകൊണ്ട് വയലാഹ, ഈ പറഞ്ഞതനുസരിച്ച് ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടത് റബീഉൽ അവ്വൽ 12 തന്നെയാണ് എന്നാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുന്നത്. ആസൂറ ദിവസത്തിൽ മൂസാ നബിയുടെ സംഭവമായി ഈ സംഭവം യോജിക്കാൻ വേണ്ടി അങ്ങനെയാണത് ചെയ്യേണ്ടത്. വമല്ലം യുഹാലിൽ ദാലിക, ഈ വീക്ഷണം വെക്കാത്തവർ ലാ യുബാലി ബി അമലിൽ മൗലിദി ഈ യൗമിൻ മിനശ് ശഹ്രി, റബീഉൽ അവ്വലിൽ ഏതെങ്കിലും ഒരു ദിവസമാക്കാറുണ്ട് ചിലർ.
ബൽ തവസ്സാ കൗമുൻ, ചിലർ വിശാലത ചെയ്ത് ഫനഖലൂഹു ഇലാ യൗമിൻ മിനസ്സന, കൊല്ലത്തിലെ ദിവസാക്കലുണ്ട്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെയല്ല. വഫീഹി മാ ഫീഹി, അതത്ര ശരിയല്ല. റബീഉൽ അവ്വൽ മാസത്തിലാകണം, 12 തന്നെയാവുകയാണ് വേണ്ടത് ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സഹോദരന്മാരെ, മൗലിദ് കഴിക്കുന്നതിനെ കുറിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ? 3 നൂറ്റാണ്ടുകളിൽ ഒരാളും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പുത്തൻ സ്ഥാനക്കാരെ പ്രചരിപ്പിക്കാറുണ്ട്. എന്റെ കയ്യിലുള്ള ഗ്രന്ഥം മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ, ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രഗൽഭ പണ്ഡിതൻ, ഏറ്റവും പ്രഗൽഭ ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ രചിച്ച മൗലിദാണ് എന്റെ കയ്യിലുള്ളത്. ഇതിന്റെ പേര് അന്നിഅമത്തുൽ കുബ്ര അലൽ ആലം ഫീ മൗലിദി സയ്യിദി ഉൽദി ആദം എന്നാണ് ഇതിന്റെ പേര്. ഈ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ മൗലിദിന്റെ ഫളീലത്ത് വിശദീകരിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ വിശദീകരിച്ചതായി നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മൗലിദ് കഴിക്കുന്നതിനെ കുറിച്ച് നടത്തിയ പരാമർശം, അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയ പരാമർശം, അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടത്തിയ പരാമർശം, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു നടത്തിയ പരാമർശം, ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ, കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞ പരാമർശങ്ങളൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന് തഴവപ്പാട്ടിലുണ്ട് എന്ന് പറഞ്ഞ് പുത്തൻ പ്രസ്ഥാനക്കാര് അതിനെ കുറിച്ച് പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ചോദ്യം വരുമ്പോൾ അത് വിശദീകരിക്കാമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കഴിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും ഒരു ദിർഹം ചെലവാക്കിയാൽ, മന്നം ഫഖദ് ദിർഹമൻ, ഒരു ദിർഹം ചെലവാക്കിയാൽ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് കഴിക്കാൻ, കാന റഫീഖി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ എന്റെ കൂട്ടുകാരനാകുകയും. ആര് പറയുന്നു? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. വകാന ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മൗലിദിനെ ആരെങ്കിലും ആദരിച്ചാൽ ഫഖദ് അഹ്യൽ ഇസ്ലാം, അവർ ഇസ്ലാമിനെ ഹയാത്താക്കി. ഈ പറഞ്ഞത് വളരെ ശരിയാ. കാരണം ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ കുറിച്ച് അനുയായികൾക്കും ലോകത്തിനും ജനങ്ങൾക്കും മതിപ്പുണ്ടാകുക എന്നുള്ളത്. ഉദാഹരണമായി ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. രാഷ്ട്രീയക്കാര് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളെ ഒഴിക്കാൻ വേണ്ടി മറു രാഷ്ട്രീയക്കാരെന്താ ചെയ്യല്? അവിടെ നേതാക്കന്മാരെ ജനമധ്യത്തിൽ താറടിച്ചു കാണിക്കും. കമ്മ്യൂണിസ്റ്റുകാര് കോൺഗ്രസുകാരുടെ നേതാക്കന്മാരെ താറടിച്ചു കാണിക്കും. ഇന്ന നേതാവ് ഇത്ര അഴിമതി നടത്തി, അയാൾ അത് ചെയ്തു, ഇത് ചെയ്തു. ഇങ്ങനെ കുറെ പ്രസംഗം കേൾക്കുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും, ഒത്ര അഴിമതിയൊക്കെ ചെയ്ത ആളാണെങ്കിൽ ഞോന വോട്ട് ചെയ്യാനാവില്ല എന്നാണ് ആ പാർട്ടിയിൽ നിന്ന് വെല്ലണ്ടോയി. അതുപോലെ തന്നെ കോൺഗ്രസുകാർ തിരിച്ചു മാർക്സിസ്റ്റുകാരെ കുറിച്ചും അങ്ങനെയായിരിക്കും. അപ്പോ ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ സംഗതിയാണ് ആ നേതാക്കന്മാരെ പ്രശംസിക്കുകയും അവരുടെ മദ്ഹ് പറയുകയും അവരെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇത് ഓരോ പ്രസ്ഥാനത്തിന്റെയും വാക്താക്കളുടെ അനുയായികളുടെ ബാധ്യതയാണത്. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തരം താഴ്ത്തി കാണിക്കുന്നവൻ കോൺഗ്രസുകാരനാവൂല. മാർക്സിസ്റ്റുകാരുടെ നേതാക്കന്മാരെ ജനമധ്യത്തിൽ താറടിച്ചു കാണിക്കുന്നവൻ മാർക്സിസ്റ്റുകാരനാവൂല. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ജനമധ്യത്തിൽ താറടിച്ചു കാണിക്കുന്നവൻ മുസ്ലിം ലീഗുകാരനാവൂല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനമധ്യത്തിൽ താറടിച്ചു കാണിക്കുന്നവൻ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഉണ്ടാവില്ല. ഇതെല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു വിഷയ, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വിഷയ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആദരിച്ചാൽ ഫഖദ് അഹ്യൽ ഇസ്ലാം, ഇസ്ലാമിനെ ജീവിപ്പിക്കുകയാണ് അവൻ ചെയ്യുന്നത്. ഇസ്ലാമിന്റെ പുരോഗതിക്ക് അത് കാരണമാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പ്രഖ്യാപിക്കുന്നു. വഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മൗലിദിന്റെ മാസവും കൂടി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിശദീകരിച്ച് പറയുന്നത്. മാത്രമല്ല 3 നൂറ്റാണ്ടുകളിൽ ഇല്ലാന്ന് പോസ്റ്ററുകളും എല്ലാം ഇവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും. വഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു,
മന്നം ഫഖദ് ദിർഹമൻ, ഒരു ദിർഹം ചെലവഴിച്ചാൽ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യാൻ ഫകഅന്നമാ ശഹിദ ഗസ്വത ബദ്രിൻ വഹുനൈൻ, ബദർ യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലും പങ്കെടുത്തതുപോലെ അവന് ആകാൻ കഴിയുന്നതാണ്. വഖാല അലി റളിയല്ലാഹു അൻഹു മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന സബബൻ ലിഖിറാഅത്തിഹി ലാ യഖ്റുജു മിനദ് ദുനിയാ ഇല്ലാ ബിൽ ഈമാനി വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ദുനിയാവിൽ നിന്ന് വിശ്വാസത്തോടെ പുറപ്പെടുകയും വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും കഴിയും. അപ്പോ ഖുലഫാഉർ റാഷിദീങ്ങളായിരിക്കുന്ന ആളുകൾ മുഴുവനും മൗലിദ് കഴിക്കുന്നതിനെ കുറിച്ച് പ്രോത്സാഹിപ്പിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അവരതനുസരിച്ച് ചെയ്യുകയും ചെയ്തവരാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ധാരാളം ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിൽ പറയാൻ കഴിയും. അതേ സമയത്ത് റസൂലിന്റെ മധു പറയുന്നോട്ട് മാത്രമേ ഇവർക്ക് ആയത്തുണ്ടോ ഹദീസുണ്ടോ ഉള്ള ചോദ്യമുള്ളൂ. അതേ സമയത്ത് കെ എം മൗലവിന്റെ മധു പറയാൻ ആയത്തും വേണ്ട ഹദീസും വേണ്ട. ഉദാഹരണമായി പഴയ കാലത്ത് ഇവിടെ ഗവൺമെന്റ് തലത്തിൽ പഠിപ്പിക്കുന്ന സ്കൂൾ അറബി പാഠപുസ്തകത്തിൽ കെ എം മൗലവിന്റെ മധു പറഞ്ഞിരുന്നു. എന്താണ് മധു? شجاعة وغدا في الحلم عثمانا وكان في يده بين الورى عمرا وفي نصيحته للناس لقمانا. പാരമധുഹാണ് കെ എം മൗലവിന്റെ. എന്താ പറഞ്ഞങ്ങളൊന്ന് മനസ്സിലായിക്കോളെ. കെ എം മൗലവിന്റെ മധു പറയുന്നതിന് ഇവർക്ക് ആശ്ചര്യം വേണ്ട. എന്തുകൊണ്ട്? കെ എം മൗലവിയെ കുറിച്ച് ജനമധ്യത്തിൽ ബഹുമാനം ഉണ്ടായ വഹാബിസം വളരും. അതുകൊണ്ട് ആ വഹാബിസം വളരെ അവിടെ വേണ്ട. അതിന് കെ എം മൗലവിന്റെ മധു പറയണം. ഉമർ മൗലവി മരിച്ചപ്പോ സ്വർഗത്തിലേക്ക് കുതിച്ചുഹോ ചേതന എന്നൊക്കെ പറഞ്ഞ് പാട്ടെഴുതിയില്ലേ? അവിടെ ആയത്തും വേണ്ട ഹദീസും വേണ്ട. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പറയാൻ ആയത്തുണ്ടോ ഹദീസുണ്ടോ സഹാബത്ത് ചെയ്തോ താബീങ്ങൾ ചെയ്തോ ഇവിടൊക്കെ ചോദ്യമുണ്ട്. അതേ സമയത്ത് 5 കൊല്ലം കഴിയുമ്പോൾ സാൽവേഷൻ കഴിക്കാൻ ഒന്നിന്റെ ആവശ്യമില്ല. റസൂൽ സഹാബത്ത് സാൽവേഷൻ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ സീറ്റ് കെട്ടി പിരിവെട്ടിയിട്ടുണ്ടോ? ഇതൊക്കെ ദീനീ പ്രവർത്തനല്ലേ? അത് ചോദിക്കരുത്. എന്താണ് കെ എം മൗലവിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോളി. ഹിസ്സുലുക്കി സത്യത്തിന്റെ വിഷയത്തിൽ കാന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു കെ എം മൗലവി. ഹിസ്സുലുക്കി കാന അബൂബക്കറിൻ വഹൈദറ ഫീ ശജാഅത്തിൻ, ധീരതയുടെ വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നെ സഹിഷ്ണുതയുടെ വിഷയത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വകാന ഫീ യദിഹി ബൈനൽ വറാ ഉമറ വഫീ നസീഹതിഹി ലിന്നാസി ലുഖ്മാനാ. നീതി നടപ്പാക്കുന്ന വിഷയത്തിൽ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളായിരുന്നു. ഇനി ജനങ്ങളെ ഉപദേശിക്കുന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. ലുഖ്മാനുൽ ഹക്കീം തങ്ങളായിരുന്നു കെ എം മൗലവി. ഇതൊരാൾ കേട്ടാല് 4 ഖലീഫമാരുടെയും അതിനു പുറമെ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെയും എല്ലാ ഗുണങ്ങളും ഒത്താളാണ് കെ എം മൗലവി എന്നൊരാൾ കേട്ടാൽ കെ എം മൗലവിനോട് മതിപ്പ് കൂടുകയും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. അപ്പൊ വഹാബിസം വളരും. അതുകൊണ്ട് അത് പറയാം. അവിടെ ആയത്തിന്റെ ആവശ്യമില്ല, ഹദീസിന്റെ ആവശ്യമില്ല, സഹാബത്തും ചെയ്യേണ്ടതില്ല, താബീഉകളും ചെയ്യേണ്ടതില്ല, ആരും ചെയ്യേണ്ടതില്ല. അതേ സമയത്ത് റസൂലിന്റെ മദ്ഹ് പറയാനോ അവിടെ ആയത്തുണ്ടോ ഹദീസുണ്ടോ അവർ ചെയ്തോ ഇവർ ചെയ്തോ എന്നതാണ്. ഈ ചെയ്തോ എന്ന ചോദ്യം തന്നെ നിങ്ങൾക്ക് പ്രസക്തമല്ല. ഒരു ഉദാഹരണം കൂടെ അതിന് പറയാം. ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ, ഇന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു ഗ്രന്ഥമായി ക്രോഡീകരിച്ചിട്ടില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഒരു ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചത്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണത്തെ കുറിച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് വിശുദ്ധ ഖുർആൻ മുഴുവനും എഴുതപ്പെട്ടിരുന്നെങ്കിലും എല്ലും കഷ്ണങ്ങളിലും തോൽ കഷ്ണങ്ങളിലും അതുപോലെ തന്നെ ഓലകളിലും മറ്റുമൊക്കെ ആയതുകൊണ്ട് എല്ലാം കൂടെ ബെഞ്ചിലൊരു പുസ്തകമാക്കാൻ പറ്റൂലല്ലോ. എല്ലും കല്ലും തോലും ഒക്കെ പടങ്ങനെ ഒരു ഗ്രന്ഥാക്കാൻ സാധിക്കൂല. അതുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നില്ല. അങ്ങനെ ധാരാളം ഖുർആൻ മനഃപ്പാഠമാക്കിയ സഹാബത്ത് അതുപോലെ എഴുതി വെച്ചത് പല സ്ഥലങ്ങളിലും. ഇങ്ങനെയായപ്പോൾ യമാമ യുദ്ധം നടന്നപ്പോൾ ഒരുപാട് ആളുകൾ യുദ്ധത്തിൽ ഹാഫിദ് ഖുർആൻ മനഃപ്പാഠമാക്കിയ രക്തസാക്ഷികളായപ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറയുന്നു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഈ യുദ്ധത്തിൽ ധാരാളം ഖുർആൻ മനഃപ്പാഠമുള്ളവർ മരണപ്പെട്ടുപോയി. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിൽ നാം ക്രോഡീകരിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ചോദ്യം
എന്താണ് ചോദ്യം? കൈഫ നഫ്അലു ശൈഅൻ ലം യഫ്അലുഹു റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം നാം എങ്ങനെ ചെയ്യും? ഉമറേ, കണ്ടോ? അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മറുപടി, റസൂൽ അത് ചെയ്തിട്ടില്ലെങ്കിലും വല്ലാഹി ഇന്നഹു ലഖൈർ, അത് നല്ല കാര്യമാണ്, നമുക്ക് ചെയ്യാം. അപ്പൊ നല്ല കാര്യം ചെയ്യാൻ റസൂൽ ചെയ്തോ എന്ന് നോക്കേണ്ടതില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ ക്രോഡീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളും ചോദിക്കുന്നു, റസൂൽ ചെയ്യാത്തൊരു കാര്യം നാം എങ്ങനെ ചെയ്യും? ആ സമയത്ത് അപ്പോൾ മറുപടി പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് അല്ല, സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. വല്ലാഹി ഇന്നഹു ലഖൈർ, റസൂൽ ചെയ്തിട്ടില്ലെങ്കിലും അതൊരു നല്ല കാര്യമാണ്, നമുക്കത് ചെയ്യാം. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് മാത്രമല്ല, പറഞ്ഞതും സുന്നത്താണ്, അംഗീകരിച്ചതും സുന്നത്താ. അതുകൊണ്ട് ചെയ്തോ എന്ന് മാത്രമല്ല ചോദിക്കേണ്ടത്, ചെയ്തോ, പറഞ്ഞോ, അംഗീകരിച്ചോ, മൂന്നും ചോദിക്കണം. അല്ലെങ്കിൽ ഒരു പുത്തൻ പ്രസ്ഥാനക്കാർക്കും ഈ മുസ്ഹഫ് ഗ്രന്ഥരൂപത്തിലുള്ള മുസ്ഹഫ് കൊണ്ടു നടക്കാൻ യാതൊരു അവകാശവുമില്ല. അവരെ പഴയ എല്ലും തോലും തെരഞ്ഞു നടക്കേണ്ടി വരും. കാരണം റസൂലിന്റെ കാലത്തുള്ള അതാണ്. ഇനി മാത്രമല്ല, ബുഖാരി നോക്കുക എന്നുള്ള മൗലവിമാര് സാധാരണ ചെയ്യുന്ന പരിപാടിയാ. ബുഖാരി നോക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 200 ശേഷം വന്നതാ. ഒരു വിഷയത്തിന് ബുഖാരി ഇങ്ങനെ എടുത്തു നോക്കലുണ്ടല്ലോ, റസൂലിന്റെയും സഹാബത്തിന്റെയും കാലത്തുണ്ടോ? അത് ഹിജ്റ 200 ശേഷമാണ് ബുഖാരി നോക്കൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് റസൂലിന്റെ കാലത്തുള്ളത്, റസൂലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ചെയ്യാത്തത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലത്ത് ചെയ്യാത്തത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ താബിഈങ്ങളും ചെയ്തിട്ടുണ്ട്. അതാണ് ഹദീസ് ഗ്രന്ഥങ്ങളുടെ ക്രോഡീകരണം. അതൊക്കെ നമുക്ക് പറ്റുന്നു. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനുള്ളത് മാത്രം പറ്റൂല എന്നും പറഞ്ഞാൽ മറ്റേ ആശയമാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്ത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അതിന്റെ നേതാക്കന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വഹാബത്ത്, താബിഈങ്ങൾ അവരെ ജനമധ്യത്തിൽ താറടിച്ചു കാണിക്കുകയും അവരെ കുറിച്ചുള്ള മധുഹും പ്രശംസയും ലോക ജനങ്ങൾ അറിയാതിരിക്കാനും വേണ്ടിയുള്ള ഗൂഢമായ തന്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് ചുരുക്കി ഓർമ്മപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഒരു ചെറിയ സംശയ നിവാരണത്തിന് എത്തിയതാണ്. അപ്പോ സാധാരണഗതിയിൽ ഈ സുന്നി പ്രസ്ഥാനത്തെ ഈ ഉസ്താദറങ്ങുന്ന നേതാക്കൾ തന്നെ മുജാഹിദ് പ്രസ്ഥാനമാകുന്ന മറുവിഭാഗത്തിനെതിരെ ഉന്നയിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണമായി ഞാൻ മനസ്സിലാക്കിയത്, അവര് ഈ പാരമ്പര്യങ്ങളെ അംഗീകരിക്കാത്തവരാണ്. അതായത് ഹിസ്റ്ററി എല്ലാം എടുത്തിട്ട് ഉദ്ധരിക്കാറുണ്ട്. 1921 ശേഷം മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലേക്ക് എത്തിയതെന്നെല്ലാം പറയാറുണ്ട്. അതേസമയത്ത് പുസ്തകത്തിന് നേരത്തെ ഓർമ്മപ്പെടുത്തിയ തഴവയുടെ ബാണം, മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന് പറയുന്ന തഴവയുടെ ആ പുസ്തകം സുന്നികൾ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആളുകളിൽ നിന്നാണ് ഞാൻ അത് വാങ്ങി വായിച്ചിട്ടുള്ളത്. അപ്പോൾ തഴവ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഒരു ബേത്തായിരിക്കെ പിന്നെ ഇത് നിങ്ങളുടെ പാരമ്പര്യ ഭാവത്തിന് ഒരു എതിരാവുകയില്ലേ എന്നാണ് എന്റെ സംശയം. ഉസ്താദ് ചുരുങ്ങിയ വാക്കിൽ അതിന് മറുപടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ ബാക്കിയും കൂടി പാടിയാൽ തന്നെ അതിന് പരിഹാരമാവും. അതിലെന്താ ഉള്ളത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും മോദേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. അപ്പോ അവിടെ പറയുന്നത് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, അതുകൊണ്ട് ഇത് പാടില്ല എന്നല്ല സാഹിബ പറയുന്നത്. നബിക്കുള്ള മൗലിദ് വീട്ടിലും മോദേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലൊക്കെ ഓതണം, എന്നാൽ എല്ലാ മുസീബത്തോടെ നീങ്ങിപ്പോകുന്നതാണ് അതിന്റെ ബാക്കി. അതുകൊണ്ട് ഒരാൾ ഒരു പുസ്തകത്തിന്റെ മേലേ വരി പറഞ്ഞത് തെളിവാകുന്നു, അയാൾ തന്നെ അതിന്റെ തൊട്ടടുത്ത വരിയിൽ പറഞ്ഞത് തെളിവാകൂലെന്നും പറഞ്ഞാൽ ഇതാരോട് പറയാൻ പറ്റിയതാണ്? എന്നാൽ ഈ തഴവ ഈ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? മഹാനായ ഇമാം സഹാബിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് തഴവ അത് പറയുന്നത്. അത് ഏതിനെ പറ്റിയാണ്? വളരെ വിപുലമായ ഒരു മൗലിദ് മഹാനായ മുളഫർ രാജാവ് കാലത്ത് വലിയ വിപുലമായ രീതിയിൽ ഒരു മൗലിദ് കൊണ്ടാടിയിരുന്നു. ആ മൗലിദിനെ കുറിച്ചാണ് മഹാനായ ഇമാം സഹാബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയെന്നത്. ആ മൗലിദിന്റെ സ്വഭാവം നിങ്ങളൊന്ന് കേട്ടോളി, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ജാതി ഒരു പരിപാടി മുമ്പുണ്ടായിട്ടുണ്ടാവില്ല. എന്തൊക്കെയാണ് മൗലിദിന്റെ മുളഫർ രാജാവ് നടത്തിയിരുന്ന മൗലിദ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. മഹാനായ സിബ്തുൽ ജൗസി റളിയല്ലാഹു അൻഹു മിർആത്തുസ് സമാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ഹക്കാ ബഅദു മൻ ഹളറ സിമാത്തൽ മുളഫരി,
മുദഫർ രാജാവിന്റെ സദ്യയിൽ പങ്കെടുത്ത ചിലർ ഉദ്ധരിച്ചു ഫീ ബഅദിൽ മവാലിദി, ചില മൗലിദുകളിൽ എന്ത് അന്നഹു അദ്ദ ഫീ ദാലിക സിമാതി, ആ സുപ്രയിൽ അദ്ദേഹം എണ്ണി 5000 റഅസ് മസ്ജി, 5000 മാട് പൊരിച്ചത്. ഒരു മൗലിദ് പരിപാടിയാണ്, 5000 മാട് പൊരിച്ചത്. വഅസറത്തു ആലാഫ് ദുജാജ, 10000 കോഴി. വമിയത്തു ഫറസ്, 100 കുതിര, കാട്ടുകുതിരനെ തിന്ന. വമിയത്തു അൽഫ് സബദിയ, ഇന്ന് ഗൾഫ് നാടുകളിലൊക്കെ സബാദി എന്ന സാധനമുണ്ട്. അപ്പൊ 1,00,000 സബാദി. വസലാസീന അൽഫ് സഹ്വ് ഹൽവ, 30,000 പെട്ടി ഹൽവ. ഇതെല്ലാം കൂടെ കൂടിയ വളരെ വിഭവസമൃദ്ധമായ ഒരു സദ്യയോടുകൂടെ മുദഫർ രാജാവ് ഒരു മൗലിദ് നടത്തിയിരുന്നു. ഈ മൗലിദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലത്താണ് മഹാനായ ഇമാം സഹാബി റളിയല്ലാഹു അൻഹു ഈ നിലക്കുള്ള ഒരു മൗലിദ് ഹിജ്റ 300 മുമ്പ് ഉണ്ടായിട്ടില്ല. പറഞ്ഞത് ശരി തന്നെ, 300 മുമ്പ് ഉണ്ടായിട്ടില്ല എന്നല്ല, നീ അതിന് ശേഷം ഈ നിലക്ക് രാജകീയ പദവിയിലുള്ള ഒരു മൗലിദ് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അതും സംശയം തന്നെ. കാരണം ഇത്രയും വലിയൊരു പരിപാടിയാണ്. ഇനി കേട്ടോളൂ, ഈ മൗലിദിൽ പങ്കെടുക്കാറുണ്ട് അയ്യാനുൽ ഉലമായി, ധാരാളം പ്രഗത്ഭരായ പണ്ഡിതന്മാർ പങ്കെടുക്കാറുണ്ട്. വകാന യസ്രിഫു അലൽ മൗലിദി ഫീ കുല്ലി സന 300 ദീനാർ, 3,00,000 ദീനാറാണ് ഈ മൗലിദിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. 3,00,000 ദീനാർ. അത് തന്നെ ഇദ്ദേഹം രഹസ്യമായി ചെയ്യുന്ന സംഭാവനകൾക്ക് പുറമെയാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിലക്കുള്ള ഇത്രയും വിപുലമായ നിലക്കുള്ള ഒരു മൗലിദ് പരിപാടി നടക്കുക എന്നത് അത് ഹിജ്റ 300 ശേഷം ഉണ്ടായതാണ്. അതിന്റെ മുമ്പ് തന്നെ മൊത്തത്തിൽ മൗലിദ് പരിപാടികൾ എന്നുള്ളത് മുമ്പ് തന്നെയുണ്ട്. അതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതിന് പുറമെ ഹിജ്റ 110 വഫാത്തായ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, വഹദ് മലയോളം സ്വർണമുണ്ടാവുകയും അത് മൗലിദ് കഴിക്കുന്നതിൽ ചെലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പ്രഗൽഭ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതായും ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ അൻ-നിഅമത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നേരത്തെ ഇങ്ങോട്ടൊരു പാട്ട് പോയാൽ നമുക്ക് അങ്ങോട്ടും പാടാൻ കിട്ടും. മൗലിദ് കഴിക്കൽ നിങ്ങളും പതിവുള്ളതാ, 52 ശേഷവും തുടരുന്നതാ, ഇർശാദതിൽ നീ നോക്കിയാൽ കാണുന്നതാ, അൽമുർശിദും ഇത് വ്യക്തമായി പറയുന്നതാ. സുഹൃത്തുക്കളെ ലത്തീഫ് മൗലവി പണ്ട് റബീഅതിൽ വഅളും പറഞ്ഞിട്ടുണ്ട്, മനാറതിൽ നീ നോക്കിയാൽ കാണുന്നതാ, പേജെന്നിലൊക്കം 9 വിവരിച്ചതാ. 1952 അതിന്റെ ശേഷവും അതിന്റെ മുമ്പൊക്കെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ മൗലവിമാരും റബീഉൽ അവ്വലിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുകയും മൗലിദാഘോഷം നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാ. അപ്പൊ 52 മുമ്പ് സുന്നത്തായ ഒരു കാര്യം 52 ശേഷം എങ്ങനെയാണ് ബിദ്അത്തായ? സുന്നത്തും ബിദ്അത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അക്കാലത്ത് മുജാഹിദിന്റെ മദ്രസ പറക്കുന്ന ഒരു കുട്ടിയോട് നബിദിനം എന്താകുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ സുന്നത്താകുന്നു എന്ന് എഴുതിയാലേ മറുപടി മാർക്കിട്ടുള്ളൂ. അതേസമയത്ത് ഇന്നോ ബിദ്അത്താവുന്നു കട്ടിയിലുണ്ടെങ്കിൽ എന്ന് മാർക്കിട്ടുള്ളൂ. അപ്പൊ ഈ സുന്നത്തും ബിദ്അത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, കാലം മാറുന്നതിനനുസരിച്ചത് ഇങ്ങനെ മാറുക. അതുകൊണ്ട് സഹോദരന്മാരെ, തയവപ്പാട്ടിൽ പറഞ്ഞ അതിനെക്കുറിച്ചാണ് തയവ മൗലവി തന്നെ ശേഷം പറയുന്നത്, നബിക്കുള്ള മൗലിദ് വീട്ടിലും മോദേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാണ്. അതുകൊണ്ട് തയവന്റെ വലിയ തെളിവെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം ആ പുസ്തകത്തിന്റെ ആ പേജ് പറഞ്ഞതിന് അംഗീകരിക്കണം. നേരത്തെ വരി തെളിവാണ്, അടിയത്ത വരി തെളിവല്ല എന്ന് പറഞ്ഞാൽ ഇത് ബുദ്ധിയുള്ളവരോട് പറയാൻ പറ്റില്ല എന്ന് ചുരുക്കി ഓർമ്മപ്പെടുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരു സദസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് അവിടെ ചില ചെറിയ പെൺകുട്ടികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി കടന്നു വന്നപ്പോ റസൂലുള്ളാഹിനെ കുറിച്ച് പാടാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് അവരോട് പറഞ്ഞു കൊടുത്തു, എന്നെ കുറിച്ച് പാടണ്ട, നിങ്ങൾ ആദ്യം പാടിയതിനെ പാടിയാൽ മതി എന്ന് പറഞ്ഞ് അതിനെ നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ റസൂലുള്ളാഹി തങ്ങൾ എന്നെ ലാ തുഫദ്ദിലൂനി എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ ബഹുമാനിക്കരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത്. എന്നെ നിങ്ങൾ ബഹുമാനിക്കരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എവിടെ പറഞ്ഞു? അതായത് ആദ്യം പറഞ്ഞത് മഹാനായ
റുബയ്യ് ബിന്തു മുഅവ്വിദ് റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് സ്വഹീഹുൽ ബുഖാരിയിൽ. ആ ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. ആ ഹദീസിൽ പറയുന്നത്, എന്റെ വിവാഹ സുദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ വീട്ടിലേക്ക് കേറി വന്ന സമയത്ത് قالت الربيع بنت معبد بن أفراء جاء النبي صلى الله عليه وسلم فدخل حين بني علي فجلس على فراشي كمجلسك مني فجعلت جبيريات لنا يضربن بالدف ദുഫ് മുട്ടിയിട്ട് കുട്ടികൾ പാടാൻ തുടങ്ങി. എന്താണ് അവർ പാടുന്നത്? വയന്തുബിന മൻ ഖുതില മിൻ ആബാഇ യൗമ ബദർ, ബദർ യുദ്ധത്തിൽ എന്റെ പിതാക്കന്മാരിൽ നിന്ന് മരണപ്പെട്ട ആളുകളുടെ മദ്ഹ് പാടുകയാണ്. ബദരീങ്ങളുടെ മദ്ഹ് പാടിയാണ് കുട്ടികൾ ദഫ് മുട്ടി പാടുന്നു. ബദരീങ്ങളുടെ മദ്ഹാണ് പാടുന്നത്. ആ സമയത്ത് ഇത് കാലത്ത് യഹ്ദാഹുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു കുട്ടി പാടി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, നാളെ നടക്കുന്ന കാര്യം അറിയുന്ന ഒരു നബിയുണ്ട് എന്ന് പാടിയപ്പോൾ ഫഖാല ദഇയാദിഹി, ഇത് നീ ഒഴിവാക്കിക്കോ, വഖൂലി ബില്ലദീ കുൻതി തഖൂലീൻ, നീ മുമ്പ് പറഞ്ഞിരുന്ന ബദരീങ്ങളുടെ മദ്ഹ് അത് തന്നെ പാടിക്കൊണ്ടിരുന്നോ എന്ന് പറഞ്ഞു. അത് പറയാനുള്ള കാരണം എന്താണ്? അത് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്റെ മദ്ഹ് അല്ല ഇപ്പൊ പറയേണ്ടത്, നിങ്ങൾ ബദരീങ്ങളുടെ അനുസ്മരണം പറയുന്ന സമയല്ലേ, അതുകൊണ്ട് അതെന്നെ പറഞ്ഞാൽ മതി, എന്റെ മദ്ഹ് ഇപ്പോൾ പറയേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥമെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് തുഹ്ഫത്തുൽ മുഹ്താജി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രോത്സാഹനം നൽകിയ ധാരാളം സംഭവങ്ങൾ കാണാം. മഹാനായ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നു, മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിച്ച് ശത്രുക്കൾക്ക് മറുപടി പറയാൻ പള്ളിയിൽ ഒരു മിമ്പർ തന്നെ സ്ഥാപിച്ചു കൊടുത്തിരുന്നതായി മഹാനായ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഒരു ദിവസം ശത്രുക്കൾ നബിയെ വല്ലാതെ ആക്ഷേപിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സ്വഹീഹ് ഹദീസ്, ബാബു ഫളായിലി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ഹെഡിങ്ങിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം വന്ന് പാട്ടുപാടി, അത് റസൂലിന് മതിയായില്ല. അങ്ങനെ അതുപോലെ തന്നെ മറ്റൊരാളുടെ അടുത്തേക്ക് ആളെ പറഞ്ഞേച്ച് അതും മതിയായില്ല. അവസാനം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞേക്കുകയും അദ്ദേഹം വന്നിട്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് പാടാൻ തുടങ്ങി. ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫീലാക്കൽ ജസാഉ എന്ന് തുടങ്ങി 10ഓളം വരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞതായി ഇമാം മുസ്ലിം സ്വഹീഹുൽ മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ വധിച്ചു കളയണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ച കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അതാ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ കൊന്നുകളയണമെന്ന് അത്രയും കൂടുതൽ നബിയെ ആക്ഷേപിച്ചിരുന്ന വ്യക്തിയാണ് കഅബ് ഇബ്നു സുഹൈർ. ഏറ്റവും വലിയ കവിയാണ്. लब्बैक लब्बैक या रसूल अल्लाह, खुद को मिटा देंगे, हम जान लुटा देंगे, खुद को मिटा देंगे, हम जान लुटा देंगे, हम उसे आका पर सर को कटा देंगे। लब्बैक 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 या रसूल अल्लाह, लब्बैक लब्बैक या रसूल अल्लाह, हाजिर है